മഞ്ചേശ്വരം മണ്ഡലത്തിൽ കെ സുരേന്ദ്രന്റെ വെല്ലുവിളിയായി ഇത്തവണയും കെ സുന്ദര മത്സരരംഗത്തേക്ക്. 2016 89 വോട്ടിന് സുരേന്ദ്രൻ പരാജയപ്പെട്ടപ്പോൾ 467 വോട്ടാണ് അപരനായ കെ സുന്ദര നേടിയത്. അന്ന് സുരേന്ദ്രന്റെ പരാജയത്തിനിടയാക്കിയത് കെ സുന്ദരയുടെ സ്ഥാനാർത്ഥമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BSP സ്ഥാനാർത്ഥിയായി സുന്ദര എത്തിയിരുന്നുവെങ്കിലും അവസാന നിമിഷത്തിൽ നാടകീയ സംഭവങ്ങളുണ്ടായി. സ്ഥാനാർത്ഥം പിൻവലിച്ചതിന് പിന്നാലെ കോഴ വിവാദവും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ ഉണ്ടായെങ്കിലും കേസിൽ പ്രതികളെ കോടതി വെറുതെ വിടുകയായിരുന്നു. സുന്ദര ഇപ്പോൾ CPM നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. സംസ്ഥാനത്തെ ആദ്യ മണ്ഡലമായ മഞ്ചേശ്വരം എന്നും വിവാദങ്ങൾക്കും അതുപോലെ തന്നെ ചർച്ചാ വിഷയങ്ങൾക്കും കേന്ദ്രമാണ്. 2016 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന പേര് കെ സുന്ദരയുടേതാണ്. കാരണം കെ സുരേന്ദ്രൻ്റെ തോൽവിക്ക് പ്രധാന കാരണം തന്നെ കെ സുന്ദര മത്സരിച്ചാണ്. 2021 ആകുമ്പോഴേക്കും സ്ഥാനാർത്ഥിയായി വരുന്നു, പക്ഷേ പിന്നീട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നു. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ. നമ്മോടൊപ്പം കെ സുന്ദര തന്നെ ചേരുന്നു. എന്താണ് ഇത്തവണ മഞ്ചേശ്വരത്തിൻ്റെ ഒരു സാഹചര്യം? മത്സരിക്കുന്നുണ്ട് അവിടെ പുരോഗതി ആയിട്ടില്ല. നമ്മളെ മണ്ഡലം ഇപ്പോൾ ആര് ജയിച്ച MLA ആയിട്ട് ആരും പുരോഗതി ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ ഞങ്ങൾക്ക് ഒരു SC കാസ്റ്റായ കൊണ്ട് അവിടെ ആ മണ്ഡലത്തിൽ ജയിച്ചെങ്കിൽ അവിടെ പുരോഗതി ആക്കാൻ പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ബസ് സൗകര്യമെല്ലാം കുറവ്. അപ്പോൾ നമ്മൾ ആ മണ്ഡലത്തിൽ സൗകര്യത്തിന് ആരും മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ എൻ്റെ ജനങ്ങളെല്ലാം പറഞ്ഞു, അപ്പോൾ നിങ്ങൾ മത്സരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ പഞ്ചായത്തിലെല്ലാം അന്വേഷിച്ചൊക്കെ ആയിക്കൊണ്ടുണ്ട്. ആ മണ്ഡലത്തിൽ അന്വേഷിച്ചാൽ പൂർത്തിയായ പിന്നെ മണ്ഡല മത്സരത്തിലുണ്ടാവും. ഇത്തവണ കെ സുരേന്ദ്രൻ തന്നെയാണ് വരുന്നത്. കെ സുന്ദര പേര് എനിക്ക് ആരോട് താല്പര്യമൊന്നുമില്ല, ആരോട് വിരോധമൊന്നുമില്ല. അത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഇത്തവണ ഏതായാലും മത്സരിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ മണ്ഡലത്തിൽ പറഞ്ഞ പോലെ ചെയ്യും. നേരത്തെ 2016 2021 നമ്മളെ കേസ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ്? അതിന് എന്ത് പറയാനില്ല, അതിലെന്ത് പറ്റും പറയാൻ. ഇപ്പോൾ സുന്ദര യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാനിപ്പോൾ ഈ നായനാർ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ആയിട്ട് തന്നെ. ഈ KR ജയന്റെയാണ് CPM സ്ഥാനാർത്ഥിയായി വരുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് ഇതല്ല നമ്മൾ എന്ത് പറയാനില്ല. എന്തായാലും ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാവും. എന്തായാലും ഇത്തവണയും മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് കെ സുന്ദര പറയുന്നത്. ഏതായാലും സുരേന്ദ്രന് വെല്ലുവിളിയായി തന്നെ അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ അറിയാം സുന്ദരയുടെ നീക്കങ്ങൾ. KB ബൈജു, News 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.